is notorious for sudden cardiac deaths, and cardiac wellness has come up in a big way. Now, to me as a gastroenterologist, we have to be concentrating on two areas. One is the fatty liver, because in 10 years time, 20 years time, 50% of our population will be having a problematic fatty liver. But as a cardiologist, what do you think Rotary should be focusing on in cardiac prevention or care? The organization provided this opportunity. Let me talk first about the common heart disease and the heart problems. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാർട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്, അതൊരു പമ്പാണ് ഹാർട്ട്. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും ബ്ലഡ് എത്തിക്കുന്ന വളരെ എഫിഷ്യൻ്റ് ആയ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ് ഹാർട്ട്. ഹാർട്ടിൻ്റെ പ്രവർത്തനം എപ്പോഴെങ്കിലും കുറച്ച് സമയത്തേക്ക് ഇല്ലായിരുന്നതിൻ്റെ ബാക്കി എല്ലാ ആന്തര അവയവങ്ങളെയും അത് ബാധിക്കുകയും അങ്ങനെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം തകരാൻ കഴിയുകയും ചെയ്യുന്നു. ഈ ഹാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ പേശികളാണ്. ഈ പേശികൾക്ക് ഓക്സിജനും പൊട്ടാനും എത്തിക്കുന്നത് ഹൃദയധമനിയും അഥവാ കൊറോണറി ആർട്ടറീസ് വഴിയാണ്. ഈ കൊറോണറി ആർട്ടറീസിന് ഉണ്ടാകുന്ന അസുഖമാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ട് ഡിസീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൻലി ഒരു ക്ലോക്ക് സെൻസിൽ ഏറ്റവും കൂടുതൽ മീൻ ചെയ്യുന്ന കൊറോണറി ആർട്ടറി ഡിസീസ് തന്നെയാണ്. വേറെ പലതരത്തിലുള്ള ഹാർട്ട് ഡിസീസ് ഉണ്ട്. വാൽവോ ഹാർട്ട് ഡിസീസ് ഉണ്ട്, കാർഡിയോമയോപ്പതീസ് എന്ന് പറയുന്ന ഹാർട്ട് ഡിസീസ് ഉണ്ട്, അതായത് ഹാർട്ടിൻ്റെ മസിലിന് സംഭവിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഈ കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ടിലേക്ക് ഓക്സിജനും പൊട്ടാനും കൊടുക്കുന്ന കൊറോണറി ആർട്ടറി ഡിസീസ് ഇത് ബ്ലോക്കായിട്ട് ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ഉണ്ടാകുന്നതാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അന്നേരം എന്താണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, എങ്ങനെയാണ് ഈ ഹാർട്ടിൻ്റെ ഈ രക്തക്കുഴൽ ബ്ലോക്ക് ആകുന്നത്? ഇതിന് മെയിൻലി റിസ്ക് ഫാക്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് ഹാർട്ട് ഡിസീസിനുള്ള സാധ്യത കൂടുതലുണ്ട്. അതായത് നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ പേരൻസിന്, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, ബ്രദർ സിസ്റ്റർ, ആർക്കെങ്കിലും യങ് ഏജിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നെങ്കിൽ ഹാർട്ട് ഡിസീസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട്. അന്നേരം ദീസ് ആർ നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ബട്ട് ദർ ആർ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ്. നേരത്തെ അവിടെ ഡിസ്കസ് ചെയ്തതുപോലെ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, സ്മോക്കിംഗ്, ഒബീസിറ്റി, അങ്ങനെ സെഡന്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. എന്നാൽ ഈ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വഴി നമ്മൾ കൺട്രോൾ ചെയ്യുന്ന വഴി നമുക്ക് ഈ ഹാർട്ട് ഡിസീസിലേക്ക് കാരണമാകുന്ന ഈ ഡിസീസിനെ നമുക്ക് ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ അതിൻ്റെ ഓൺസെറ്റ് നമുക്ക് ലേറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ അത് ഹാർട്ട് ഡിസീസിലേക്ക് നയിക്കാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് എന്താണ് സിംറ്റംസ് ഓഫ് ദ ഹാർട്ട് അറ്റാക്ക്? ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റം നെഞ്ചിൻ്റെ നടുക്കുണ്ടാകുന്ന വേദനയാണ്. നെഞ്ചിൻ്റെ നടുക്ക് യൂഷ്വലി ഒരു കഴപ്പ് പോലെ വരുന്ന ഒരു വേദനയാണ്. അത് യൂഷ്വലി നെഞ്ചിൻ്റെ നടുക്കാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് താടിയിലേക്കോ ഇടത് കൈയിലേക്കോ ബാക്കിലേക്കോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. വളരെ റയറായിട്ട് അത് ഇടത് കൈയിലേക്കോ അല്ലെങ്കിൽ താടിയിലേക്കോ മാത്രമായിട്ട് ഈ ചെസ്റ്റ് പെയിൻ ഈ പ്രോബ്ലം വരാറുണ്ട്. അനദർ തിങ് ഈസ് അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന വേർപ്പ്, അമിതമായ വേർപ്പ്, പെട്ടെന്നുണ്ടാകുന്ന ശ്വാസമുട്ടൽ സാധാരണ ഒരു ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റമാണ്. അതും ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം, പെട്ടെന്ന് തലകറക്കം വരിക, വൊമിറ്റിങ്, ഇതൊക്കെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ഈ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റമാണോ എന്ന് ECG എടുത്തിട്ട് ഹാർട്ട് അറ്റാക്ക് റൂൾ ഔട്ട് ചെയ്യുന്നത്. ഇനി ഹൗ ഡു യു ട്രീറ്റ് ഹാർട്ട് അറ്റാക്ക്? ഞാൻ പറഞ്ഞ പോലെ രക്തക്കുഴൽ 100% ബ്ലോക്ക് ആകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ രക്തക്കുഴൽ എത്രയും പെട്ടെന്ന് തുറക്കുന്ന വഴി ഹാർട്ട് മസിലിന് ഡാമേജ് ഉണ്ടാകുന്നതും ഹാർട്ട് അറ്റാക്കിൻ്റെ തീവ്രത കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ മോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻജിയോഗ്രാം ചെയ്ത് ഈ ബ്ലോക്ക് രക്തക്കുഴൽ കണ്ടുപിടിക്കുക, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് അത് തുറക്കുക എന്നുള്ളതാണ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, വാട്ട് ക്യാൻ റോട്ടറി ഡു? ഞാൻ കുറച്ച് ഐഡിയാസ് എനിക്കുള്ളത്
ഒന്ന് റോട്ടറി ക്ലബിനകത്ത് തന്നെയുള്ള അവയർനെസ് കൊടുക്കുക എമംഗ് ഫാമിലി മെമ്പേഴ്സ്. രണ്ട്, ഓർഗനൈസിങ് മെഡിക്കൽ ക്യാമ്പ്സ് so that we can identify these risk factors earlier in general public and population, and we can treat them early so that we prevent heart attack. Another thing is that organizing cardiopulmonary resuscitation training because heart attack വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ 4 പേർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേര് മാത്രമേ ഹോസ്പിറ്റലിൽ എത്തുള്ളൂ. അവർക്ക് ബാക്കിയുള്ള രണ്ട് പേര് ഓൺ സൈറ്റ് തന്നെ ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് ഈ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇടുപ്പ് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. അന്നേരം ഈ ഇടുപ്പ് വ്യത്യാസത്തും നമ്മൾ ഈ കാർഡിയോപൾമണറി റെസിസിറ്റേഷൻ വഴി ഈ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ നമ്മൾ സർക്കുലേഷൻ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ബ്രെയിൻ ഡാമേജ് അതുപോലെ തന്നെ ബാക്കി അവയവങ്ങൾക്കുണ്ടാകുന്ന ഡാമേജും നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. Another important thing is automated external defibrillator. അത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ പോപ്പുലറാണ്. നമ്മുടെ ഇവിടെയും ഉണ്ട്. ലൈക്ക് ഐ തിങ്ക് ഇൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ AED ആൻഡ് ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷനിൽ AED ഉണ്ട്. ഞാൻ ഈ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഇത് വളരെ നിസ്സാരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ഉപകരണമാണ്. അതിനകത്ത് തന്നെ എല്ലാം ഡിസ്പ്ലേയും എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അതിനകത്ത് വരും. യു ഹാവ് ടു ജസ്റ്റ് കണക്ട് ടു ദ പേഷ്യൻറ്റ്. CPR കൊടുക്കുന്ന ഒരു പേഷ്യൻറ്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പബ്ലിക് പ്ലേസിലും നമുക്കിത് വയ്ക്കാം. CPR കൊടുക്കുന്ന ഒരു പേഷ്യൻറ്റ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീൻ തന്നെ റിതം ഈ ഹാർട്ടിൻ്റെ ഇടിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ ഷോക്ക് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. അന്നേരം അത് ഇതിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെഷീനല്ല. 1 ലക്ഷം രൂപ താഴെ കണ്ടു വരത്തുള്ളൂ. മിക്കവാറും എല്ലാ മേജർ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. I think we can give it to the Kolar railway station and other railway stations also and other public places. These are things I can think of. Wonderful. Thank you. That's a very good roadmap. Awareness, risk profiling and creating and medical camps, CPR programs. I think that is very good because I come from Ernakulam and a home club, Cochin Metropolis, and last 1.5 years we've been doing CPR programs in schools, colleges, corporates and residents associations in association with Aster Medcity. And so far we have covered a population of about 5,000 so far, and in various, and it's a very well received program. I think Oro Club, each club should associate with a hospital and do a CPR program for the club, for the Rotary family, as well as for schools, colleges or corporates that they are associated with. And of course AED also, donating an AED for the railway station or the bus stand, private bus stand or KSRTC bus stand. I think these are things, projects that can be done. Thank you very much, Josie, very valuable inputs. And finally I come to Joseph Vinu, kidney care.